വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പം പോകുന്നത് ജടായുപ്പാറയിലേക്കാണ്. കൊല്ലം ജില്ലയിലെ അതിമനോഹരമായൊരു പക്ഷിശില്പ കേന്ദ്രത്തിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ട് അകത്തോട്ട് പോകുമ്പോൾ. രണ്ട് സൈഡിലും പനയും ബാമ്പും ഒക്കെ ആയിട്ട്. അതുപോലെ നമുക്കൊരു 30 രൂപ പാർക്കിംഗ് ഫീ വന്നിട്ടുണ്ട് കാറിന്. ഇത് കാർ പാർക്കിംഗ് ആണ്, ഫുള്ള് പാർക്കിംഗ് ആണ്. വെച്ചു പറഞ്ഞു വേണമല്ലേ? കയറിയപ്പോഴേ പറഞ്ഞായിരുന്നു കയ്യിൽ ക്യാഷ് വേണമെന്ന്. ഗൂഗിൾ പേ അവിടെ ഒരു കൗണ്ടറിൽ എടുക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറാം. ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ കേബിൾ കാറില്ല, നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുള്ള സമയത്ത് കേബിൾ കാർ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ നടന്ന് കയറാൻ പോവാണ്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്, 800 പടി ഉണ്ടെന്നാണ് പറഞ്ഞത്. കാറ്റ് മാറി കഴിയുവാണെങ്കിൽ തിരിച്ച് നമുക്ക് കേബിൾ കാറിൽ വരാം. ആടിപ്പാടി കേബിൾ കാറിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ് ആദ്യമായിട്ട്, പക്ഷേ ചീറ്റിപ്പോയി. കാറ്റൊക്കെ മാറി തിരിച്ച് കയറാൻ നേരം എല്ലാം ഓക്കെ ആണ്. പ്രതീക്ഷയോടുകൂടി നമ്മൾ മുകളിലോട്ട് കയറുകയാണ്. അപ്പോൾ ഒരു 50 പടി കയറി ക്ഷീണം തുടങ്ങി. പണ്ടൊക്കെ നല്ല സ്റ്റാമിന ആയിരുന്നു. കോഡ് വന്നേ പിന്നെ തോന്നുന്നു അയ്യ അണയ്ക്കുന്നുണ്ടോ? ഇതുകൊണ്ട് കിടക്കുകയാണ്. തിരിച്ചുകൂട്ടാ ക്ഷീണിച്ചോടാ? എവിടാ? ഒരു സ്റ്റെപ്പ് പോലും കയറിയില്ല. ഞാനല്ല എടുത്തു. പൂ പോയി. ഇത് നമ്മളങ്ങനെ ഇനി 486 പടിയും കൂടെ 695 മീറ്റർ. നമ്മളിപ്പം 300 മീറ്ററേ കയറിയിട്ടുള്ളൂ. കേബിൾ കാർ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ മുകളിൽ ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുക. എനിക്ക് തോന്നുന്നു 45 മിനിറ്റായി നടക്കാൻ തുടങ്ങിയിട്ട്. അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിൽ കയറി വരായിരുന്നു. ഒരാൾ കയറി വരുന്നു. ഞങ്ങളങ്ങനെ ടോപ്പിലെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ചടയമംഗലത്തെ ജടായുപ്പാറയുടെ മുകളിൽ ഞങ്ങളെത്തി. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നടന്ന് വന്നും പോവുകയാണെങ്കിൽ ഒരാൾക്ക് 270 രൂപയാവും. അതല്ല കേബിൾ കാർ എടുക്കുവാണെങ്കിൽ ഒരാൾക്ക് 550 രൂപ വെച്ചാവും. ഓക്കെ, വൺ സൈഡ് പോവുകയാണെങ്കിൽ 160 രൂപയാവും. ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതിവിടെ ഒരു പാട്ടുണ്ട്, അകത്ത് കയറ്റിയില്ല കേട്ടോ. ഇതിവിടെ ജടായുവിൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. ഇവിടെ നാരങ്ങാവെള്ളം കിട്ടും. ഇവിടെ തണുത്ത നാരങ്ങാവെള്ളം, ചായയും കിട്ടും. വെറും 40 രൂപയേ ഉള്ളൂ. ഉഴുന്നുവടയ്ക്ക് 30 രൂപ. പിന്നെ ഇവിടെ കയറി വരുന്നിടത്തെല്ലാം വെള്ളം കിട്ടും. അതേതായാലും നല്ല ഇവിടെ നല്ലൊരു സ്ഥലമുണ്ട്. ഇതിനകത്ത് എന്തുവാന്ന് അറിയാൻ പറ്റിയില്ലല്ലോ. നമുക്ക് കയറാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണെന്നറിയാം. വേണ്ടേ, വർക്ക് ഇൻ പ്രോഗ്രസ്. എന്തൊരു പറയാനുണ്ട്. 6D തിയേറ്റർ എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പറ്റും. ദൈവങ്ങളുടെയൊക്കെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നല്ല സൂപ്പർ കാറ്റാ കേട്ടോ. ഫോൺ പോലും കൈ നിൽക്കുന്നില്ല, അതുപോലത്തെ കാറ്റ്. മിക്കവാറും പണിയായിട്ട് തിരിച്ചു പോകും. പിന്നെ കേബിൾ കാർ ക്ലോസ് ആക്കും. ഇത് ഒരു അമ്പലമാണ്. നല്ല രസമുണ്ട്. നല്ല പാട്ടുമൊക്കെ ഇട്ടുണ്ട്. ശ്രീരാമൻ്റെ കാൽപ്പാടാണ് കേട്ടോ. ഞാനും ഒരു ശ്രീരാമൻ്റെ നാളാണ്. ഞങ്ങളങ്ങനെ ശ്രീരാമൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. നമ്മളെ ചതിച്ചു. നമുക്കകത്ത് കയറാനും പറ്റിയില്ല, അവിടെ വർക്ക് നടക്കുന്നത് കൊണ്ട്. പിന്നെ നമുക്ക് ഇതുണ്ട്, ഈ കേബിൾ കാറിലും കയറാൻ പറ്റിയില്ല, കാരണം കാറ്റാന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെ എല്ലാം നടന്ന് കയറി. അകത്ത് ജടായുപ്പാറയ്ക്കകത്തും കയറാൻ പറ്റിയില്ല, കേബിൾ കാറിലും കയറാൻ പറ്റിയില്ല. വളരെ നഷ്ടമായിരുന്നു. ഇനി ഇതൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു വട്ടം കൂടെ വരേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പടിയാണ്. 800 പടിയുണ്ട്, 20 പടിയായെന്ന് തോന്നുന്നു. അപ്പോൾ അരമണിക്കൂർ എടുക്കും. ഇറക്കമായതുകൊണ്ട് അത്രയും കുഴപ്പമില്ല. വെച്ചുകൂട്ട ഒരു ടാറ്റ പറഞ്ഞേ. അപ്പം ഞങ്ങൾ ഈ വീഡിയോയുടെ നിർത്തുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് വർക്കല ക്ലിഫിലോട്ടാണ്. അപ്പോൾ അതൊരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.